ശ്രീ സണ്ണി എം കവിക്കാട്. ഇപ്പോൾ പല കാര്യങ്ങളും ഞെട്ടലോട് കൂടിയാണ്, അതിശയത്തോടു കൂടിയാണ് കേൾക്കുന്നത്. നമ്മൾ എന്നോ ഉന്മൂലനം ചെയ്തു എന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് ജാതി ആയിക്കോട്ടെ, നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപങ്ങളായിക്കോട്ടെ, ഇന്നും നമ്മളുടെ ഇടയിൽ ആ നിലയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നത് മാത്രമല്ല, ഒരു പുതിയ തലമുറയെ അതിൽ നിന്നൊക്കെ മോചിപ്പിച്ച് നേരിന്റെ വെളിച്ചം പകരേണ്ട വിഭാഗം തന്നെ, അധ്യാപകർ എന്ന് പറയുന്ന വിഭാഗം തന്നെ അതിന്റെ പ്രയോക്താക്കളായി ഇന്നും മാറുന്നുണ്ട്. ഒരു കുഞ്ഞിന്റെ ജീവൻ ദാ ഇവിടെ എടുത്തു കഴിഞ്ഞു, എത്രയോ പേർ അങ്ങനെ മരണത്തിന്റെ മുഖത്ത് പോയി തിരിച്ചു വന്നു എന്ന് അവർ പ്രതികരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ഇതൊക്കെ ഉണ്ട് നമുക്ക് ചുറ്റും എന്നുള്ളത് ഒരു വേള ഞെട്ടൽ ഉണ്ടാക്കുന്നുണ്ടോ, അതോ ഇത് ഈ ജാതി അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപങ്ങൾ ഇതൊക്കെ നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു കാലത്താണ് ജീവിക്കുന്നത് എന്നൊരു തോന്നലാണോ ഉള്ളത്? അല്ല, തീർച്ചയായിട്ടും ഒരു കേരളീയ സമൂഹത്തിൽ എന്നല്ല ഒരു സമൂഹത്തിലും സംഭവിക്കരുതാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ ആർച്ച എന്ന കുട്ടി വളരെ സധൈര്യം ഈ വിഷയം പറയുമ്പോൾ ആ കുട്ടി നേരിടാവുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ആ കുട്ടി സൂചിപ്പിക്കുന്നുണ്ട്. കേരളീയ സമൂഹം ആ കുട്ടിയുടെ പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കുമോ എന്നുള്ള ധാർമ്മികമായൊരു ചോദ്യമാണ് ആ കുട്ടി കേരളത്തോട് ചോദിക്കുന്നത്. അതിന് ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥമാണ്. ആ കുട്ടിയെ അദ്ദേഹം അവിടെ പഠിച്ചിറങ്ങുന്നത് വരെ യാതൊരു തരത്തിലുള്ള ഹരാസ്മെൻറ്റും ഉണ്ടാവില്ല എന്നുറപ്പുവരുത്തുന്ന ഒരു സംവിധാനം നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കണം. അവിടെ മാത്രമല്ല, എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ കഴിയുന്ന വിധമുള്ള ഒരു സംവിധാനം ഉണ്ടാകുകയും ആ കംപ്ലൈൻറ്റിനെ അകാരണമായി അധ്യാപകരുടെ പക്ഷത്തു നിന്ന് ആരെങ്കിലും ദ്രോഹിച്ചാൽ അയാൾക്കെതിരെ നടപടിയെടുക്കാൻ സംവിധാനം ഇവിടെ ഉണ്ടാവണം. അല്ലെങ്കിൽ അദ്ദേഹം മതിയായ വിശദീകരണം, ഇന്ന കാരണത്താൽ മാർക്ക് കുറച്ചു, മതിയായ വിശദീകരണം നൽകണം. ഇപ്പം 3 മാർക്ക് വെട്ടിക്കുറച്ചെന്തിനാണെന്ന് വെച്ചാൽ റാമിന് പോലും ഉത്തരയില്ല. റാം എന്ന് പറയുന്ന മനുഷ്യൻ അവൻ സാമൂഹ്യ വിരുദ്ധനാണ്. ഹിസ് എ ക്രിമിനൽ, സോഷ്യൽ ക്രിമിനൽ. അയാളെ ആ കോളേജിൻ്റെ പടിവാതിൽ ഇനി കാണാൻ അനുവദിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം മലയാളി സമൂഹത്തിനുണ്ട്. ഇന്നലെ നമ്മൾ അറിഞ്ഞത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ്. ഇന്നലെ മുതൽ നിരവധി കുട്ടികളുടെ മാതാപിതാക്കൾ എന്നെ വിളിക്കുകയും ഞങ്ങളുടെ പേര് വെളിപ്പെടുത്തരുത് എന്ന് അഡ്വാൻസായി പറഞ്ഞുകൊണ്ട് അതിദാരുണമായ കഥകൾ, അത് ഈ കുട്ടികളെ വളരെ മോശമായിട്ടാണ് കുട്ടികളോട് പെരുമാറുക എന്നത് മാത്രമല്ല, സ്വകാര്യമായി പെൺകുട്ടികളെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായം പറയുന്ന അധ്യാപക കൂട്ടമാണ് അവിടെ ഉള്ളത്. ഇവരൊക്കെ എന്ത് തരം മനുഷ്യരാണ്? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇതിനകത്ത് അവർ ആണോ ഇവരാണോ എന്നതിനപ്പുറം ഒരു സമൂഹത്തിനകത്ത് ഉണ്ടാകേണ്ട ഒരു ജാഗ്രതയുടെ പ്രശ്നമുണ്ട്. ഇത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധർമ്മടം നിയോജകമണ്ഡലത്തിൽ പെട്ടൊരു സ്ഥലമാണിത്. അവിടെ ഇത്ര ഭീകരമായ അതിക്രമം വർഷങ്ങളായി നടന്നിട്ട് മലയാളി അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് നാണക്കേട്? ഇതറിയണ്ടേ നമ്മൾ? ഇവരോട് ചെന്ന് പറഞ്ഞ ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ശ്രമിക്കുന്നില്ല. നമുക്കിതിന് വേണ്ടത് പരിഹാരമാണ്, നിരാശയോ പ്രതികാരമോ അല്ല, നമുക്ക് പരിഹാരമാണ്. നമ്മുടെ കുട്ടികളെ ഇത്തരം സൈക്കോപാത്തുകൾ പഠിപ്പിക്കാൻ പാടില്ല. അത് ഒന്നാമത്തെ തീരുമാനമായിരിക്കണം. ഈ റാം ഒരു സൈക്കോപാത്താണ്. അയാൾ ജാതി ജീവിതം കൊണ്ട് നശിച്ചു പോയൊരു മനുഷ്യനാണ്. അതിൻ്റെ അഹങ്കാരം മൂത്ത് അപഭ്രംശം വന്ന ഒരാളാണ്. അയാൾ മനുഷ്യകുലത്തിൽ തുടരാൻ അർഹനല്ല എന്നാണ് അയാളുടെ പെരുമാറ്റങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം മനുഷ്യരെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനം വേണ്ടേ അവിടെ? പ്രിൻസിപ്പൾ വെറുതെ പറഞ്ഞാൽ മതിയോ? പ്രിൻസിപ്പൾ വെറുതെ കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞ് തീരുമാനം എടുക്കാനാണോ അയാൾ ഇരിക്കേണ്ടത്? അയാൾ യഥാർത്ഥത്തിൽ ഈ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായും അന്വേഷിച്ചറിഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം അത് ചെയ്തില്ല. മാത്രമല്ല, ഇതൊരു സ്വാശ്രയ കോളേജാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സ്വാശ്രയ കോളേജിൽ സമ്പന്നരുടെ കുട്ടികളാണ് അധികവും വന്നു ചാടുന്നത്. അപ്പോൾ അവിടെ ദരിദ്രരുടെ കുട്ടികൾ ചെല്ലുക, സംവരണം കിട്ടി കുട്ടികൾ ചെല്ലുക, ഇതൊക്കെ ശല്യമായിട്ടാണ് ഈ റാമിനെ പോലെയും സംഗീതയെ പോലെയുമുള്ള ഡോക്ടർ സംഗീത, അവരും എന്തോ നമ്പ്യാരോ നായരോ ഒക്കെയാണെന്നാണ് പറയുന്നത്. എന്തു ആവട്ടെ, ഇവരൊക്കെ മനുഷ്യരാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. സ്വന്തം കുട്ടികൾ, പഠിപ്പിക്കുന്ന കുട്ടികളോട് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയാൻ പാടില്ലാത്ത ഈ അധ്യാപകരെ എന്തിനാണ് നമ്മൾ സംരക്ഷിക്കുന്നത്? ഉടനടി നടപടിയെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ കോളേജുകളിൽ നമുക്കൊരു സംവിധാനമുണ്ടാകണം. ഇത്തരം നിറത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ലിംഗത്തിൻ്റെ പേരിൽ, ഇപ്പോൾ ആർച്ച പറഞ്ഞു കേട്ടില്ലേ, നീ എന്താ ഗേ ആണോ എന്ന്. ഗേ ഒരു കുറ്റമാണോ? ഇയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്?
ഈ തിരുമണ്ടനെയൊക്കെ അധ്യാപകനായിട്ട് കൊണ്ട് വാഴിക്കുന്ന മാനേജ്മെന്റിന് വേണം സമ്മതിക്കാൻ. അവിടെ ഞാൻ പറയുന്നൊരു കാര്യം, ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ നിരന്തരമായി ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ അടിയന്തരമായി അവിടുത്തെ അധ്യാപകർക്കെതിരെ കർശനമായ നടപടിയെടുക്കുകയും സമഗ്രമായ അന്വേഷണം നടത്തി വേണ്ടി വന്നാൽ ആ കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദാക്കാനായിട്ടുള്ള ഒരു അന്തരീക്ഷം വരെ അവിടെ ഉണ്ട്. ഇതിനു മുൻപ് എത്രയോ കുട്ടികളാണ് ഈ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളത്. അത് കേരളത്തിൽ അനുവദിക്കില്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കേരളം ഭരിക്കുന്നവർക്കില്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.